ആമേൻ. ദൈവ വചനത്തിലേക്ക് കിടക്കാം, നമുക്ക് വായിക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. മതി മതി. ആമേൻ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. അടുത്ത വാക്യം, യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രം അരുത്. മതി, ആ ഒരു സെന്റൻസ് കൂടി മതി. രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്ന്, ദൈവം നമ്മിൽ പ്രസാദിക്കണം. വേറെ ആര് നമ്മിൽ പ്രസാദിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവപ്രസാദമില്ലാത്ത ഒരുത്തനും ദൈവസന്നിധിയിൽ എത്താൻ പറ്റുകയില്ല എന്ന് പുതിയ നിയമത്തിലും അടിവരയിട്ട് പലപ്പോഴും ദൈവഭൃത്യന്മാർ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിൽ എത്താൻ പറ്റത്തില്ല. യേശുവിനെ നോക്കുക, അപ്പോസ്തലന്മാരെ നോക്കുക. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ലക്ഷോപലക്ഷം ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ആമേൻ സ്തോത്രം 2 വ്യക്തിത്വങ്ങൾ അന്ന് ശക്തിപ്പെട്ട് വിളിച്ചു പറയുന്നത്, ആമേൻ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ. ആമേൻ, മറ്റാര് പ്രസാദിച്ചിട്ടും കാര്യമില്ല. മോശയെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമില്ല, ജോഷുവയെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമില്ല. ആമേ, താഴേക്കിടയിലുള്ള എല്ലാ പുരോഹിതന്മാരെയും പ്രസാദിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. യഹോവ നമ്മിൽ പ്രസാദിക്കണം. ആമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആ കാലഘട്ടത്തിൽ മറ്റു പലരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി പല വ്യക്തിത്വങ്ങളും ഒരുങ്ങിത്തിരിച്ച് പ്രവർത്തിച്ച മേഖലകൾ നമുക്കൊക്കെയും കാണാൻ സാധിക്കുന്നുണ്ട്. രാജാക്കന്മാരെ ആമേ പ്രസാദിപ്പിച്ചവരുണ്ട്, പ്രഭുക്കന്മാരെ പ്രസാദിപ്പിച്ചവരുണ്ട്, ജനത്തെ പ്രസാദിപ്പിച്ചവരുണ്ട്, ശ്രേഷ്ഠ ജനത്തെ പ്രസാദിപ്പിച്ചവരുണ്ട്. ആമേൻ. അങ്ങനെ പലരെയും പ്രസാദിപ്പിച്ച് കടന്നുപോയ പലരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും നിത്യതയിലെത്തിയില്ല എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു സത്യമാണ്. ഇവിടെ പറയുന്നത് ആമേശ്വര യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ. ആമേ, ഇന്ന് നമ്മൾ നോക്കണം, ആമേ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കണം, ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നുന്നുണ്ടോ? ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേ നമുക്ക് ലഭിക്കുന്നത് നല്ല പ്രശംസയും സ്വീകരണവുമായിരിക്കത്തില്ല, പ്രതിസന്ധികളായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു. അവൻ ഏറിയ ദിവസങ്ങൾ ജീവിതം മുമ്പിലേക്ക് നയിക്കാൻ പറ്റിയില്ല ഭൂമിയിൽ. ആമേ സ്തോത്രം, അവനെ കൊന്നു എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവപ്രസാദം ലഭിച്ച മനുഷ്യൻ അധികം നാള് മുന്നോട്ട് പോയില്ല. അവന്റെ പേര് കയീൻ എന്നാണ്. കയീൻ. ആമേ സ്തോത്രം, 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഹാബേൽ എന്നാണ് ആമേ അവന്റെ പേര്. കയീനാണ് അവനെ കൊന്നു കളഞ്ഞത്. ഒന്ന് വായിക്കാം നമുക്ക്. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ആമേ, ഹാബേലിന്റെ വഴിപാടിൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ആമേ, കയീന്റെ വഴിപാടിൽ ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. ആമേ സ്തോത്രം. പ്രസാദിക്കുന്നവനും പ്രസാദിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ കാലഘട്ടത്തിലും ഇതുപോലെ ദൈവപ്രസാദവും പ്രസാദിക്കാതിരിക്കുന്ന അനുഭവങ്ങളും ഉണ്ട്. പ്രസാദിക്കുന്നവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ, ശിരച്ഛേദം ചെയ്യപ്പെടാൻ വരെ അവന്റെ ഹൃദയം വെച്ചു കൊടുത്തുകൊണ്ട് അന്ത്യത്തോളം നിലകൊള്ളുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും, ഇവൻ ദൈവപ്രസാദം ലഭിച്ചൊരു മനുഷ്യനാ. എന്നാൽ ആമേ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വണ്ണം ആമേ പഴുതുകൾ അന്വേഷിച്ചുകൊണ്ട് അഭിഷിക്തന്മാരോടും ആമേ ദൈവമക്കളോടും എതിർത്തു നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല, ഇവരിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആധുനിക ലോകമല്ല, ശിലായുഗത്തിൽ മുതൽ തുടങ്ങിയതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആമേ 2 മനുഷ്യർ, ഒരു അപ്പന്റെയും ഒരു അമ്മയുടെയും ആമേ 2 മക്കൾ. ഒരുത്തൻ ആമേ ഹാബേല്, മറ്റൊരുത്തൻ കയീൻ. ആമേ ഹാബേലിന്റെ യാഗത്തിലും അവന്റെ വഴിപാടിലും ദൈവം എന്ത് ചെയ്തു?
പ്രസാദിച്ചു. പ്രസാദിപ്പിക്കപ്പെട്ടവൻ ഏറിയ നാളുകൾ മുന്നോട്ട് പോയില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രസാദിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളാണ് കടന്നു വന്നത്. ദൈവം പ്രസാദിച്ചാൽ ഇങ്ങനെ ഉണ്ടാകോ? ആമേൻ, സ്തോത്രം എന്നുള്ളതൊക്കെ പലരുടെയും ചോദ്യം. ദൈവം പ്രസാദിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ കണ്ണിന് മുമ്പിൽ നമ്മൾ ചിന്തിക്കുന്നത് നന്മകളാണ്, അനുഗ്രഹങ്ങളാണ്, ശ്രേഷ്ഠതകളാണ്, ഉയർച്ചകളാണ്. ആമേൻ, സ്തോത്രം. ഇല്ല പ്രിയ മക്കളെ, ആമേൻ, സ്തോത്രം, ഇതൊക്കെ ഒരു സൈഡിലാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, ശിവബ്രദർ ഇവിടെ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും. ഇവിടെ ഇത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഒറ്റ വാക്യം വായിപ്പിക്കാം. ആമേൻ, സ്തോത്രം. ആമേൻ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവിടെ സ്വർഗം തുറന്നിട്ടൊരു ശബ്ദം പുറത്തേക്ക് വരികയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3.5 വർഷം അതിനുശേഷം 3.5 വർഷമാണ് ഈ പ്രസാദിച്ച വ്യക്തിത്വം ഭൂമിയിൽ ജീവിച്ചത്. അതും നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ആമേൻ, സ്തോത്രം, ദോഷമായ ഒരുപാട് സംഭവങ്ങൾ, പലപ്പോഴും മലയിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊല്ലുവാനും പതിയിരുന്നു കൊണ്ട് പിടിച്ചെടുത്ത് തകർക്കുവാനും ഒക്കെയും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആമേ ശത്രു പ്രവർത്തിച്ചു. എന്നാൽ 3.5 വർഷത്തിലേക്ക് എത്തുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ ആമേ, സ്തോത്രം, ആമേ, ആമേ, ക്രൂശിൽ ആമേ തന്നെ തറച്ചു കൊല്ലുവാൻ ഇടയായിത്തീർന്നു. ആര് പ്രസാദിച്ചപ്പോൾ? ദൈവം പ്രസാദിച്ചപ്പോൾ. ആ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അന്ന് തന്റെ 30-ാമത്തെ തിരുവയസ്സിൽ തന്റെ സ്നാനമാണ്. സ്നാനം കഴിഞ്ഞ് ആമേ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആമേ, സ്തോത്രം, ആത്മാവ് പ്രാവെന്ന രൂപത്തിൽ പറന്നു നിൽക്കുകയും ആമേ സ്വർഗം തുറന്നിട്ടൊരു ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് കർത്താവിനെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഉപവസിച്ച് കടന്നു പോകുന്ന പലരുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും പ്രതിസന്ധികൾ നിനക്കെതിരെ കയറി വരുമ്പോൾ ഭാരപ്പെടരുത്. നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണ്, നീ ഉപവസിച്ചതിന്റെ മറുപടിയാണ്. കഴിഞ്ഞ ദിവസം വരെ ഉള്ളതിനേക്കാൾ അധികമായിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ കരത്തിൽ വഹിക്കുന്നു എന്നുള്ളതിന്റെ ആമേ അടയാളത്തോടു കൂടിയുള്ള തെളിവാണ് സ്വർഗത്തിലെ ദൈവം നിനക്ക് മുമ്പാകെ ഇട്ടുതരുന്നത്. ആമേ, ദൈവപ്രസാദം ലഭിച്ചിരിക്കുന്ന വ്യക്തിത്വം ആമേ ഇതെന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജീവിതത്തിൽ ആമേ, സ്തോത്രം, സ്വർഗം തുറന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്ര വർഷം നീണ്ടു പ്രിയ മക്കളെ? യൗവനകാലത്തിലാണ് ദൈവം പ്രസാദിച്ചത്. 30-ാമത്തെ തിരുവയസ്സിലാണ് ആമേ സ്വർഗത്തിലെ ദൈവം ഈ ഒരു ഭാഗം വിളിച്ചു പറയുന്നത്. ആമേ, 30-ാമത്തെ വയസ്സ് മുതൽ 3.5 വർഷം, ശേഷിക്കുന്ന 3.5 വർഷം യേശുവിന്റെ ചരിത്രത്തിന്റെ ആമേശ്വത ഭൂരിഭാഗം കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആമേശ്വതം എന്നാൽ ഏറിയ കാര്യങ്ങൾ പറയാനുമുണ്ട്. ആമേശ്വതം എന്നാൽ ആമേ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു സ്ഥലത്തു നിന്നും യേശുവിന് പ്രശംസാകരമായ അനുഭവങ്ങൾ ലഭിച്ചിട്ടില്ല. അഥവാ രാവിലെ ഒരു പ്രശംസ കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് അതിന്റെ ഇരട്ടിയായിട്ടുള്ള പ്രതികൂലങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ തൊടുത്തു വിട്ടിട്ടുണ്ട്. നിന്ദകളും പരിഹാസങ്ങളും. ആമേൻ. എന്ത് ലഭിച്ചപ്പെടാം? ദൈവം പ്രസാദിച്ചപ്പോൾ. അപ്പോ ദൈവപ്രസാദം എന്ന് പറയുന്നത് ആമേ കൈനിറയെ പണം കിട്ടുന്നതും സുഖലോലിപതയിലേക്ക് തിരിഞ്ഞു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതൊന്നുമല്ല. ആമേ, ദൈവപ്രസാദം വരുമ്പോ നിന്നെ ഒന്നുകൂടി പുതുക്കിയെടുത്ത് പണിത് നടത്തേണ്ടതിനാൽ ചില പ്രതിസന്ധികളിലേക്ക് ആമേ ഇറക്കി വിട്ടെന്നിരിക്കാം. ആമേശ്വത അവിടെയാണ് നീ തെളിയേണ്ടത്, അവിടെയാണ് നീ തികയേണ്ടത്. ആമേശ്വത ഒരു മനുഷ്യന്റെ മുമ്പിലും തല കുനിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം ആത്മാവിന്റെ ശക്തിയോടെ ഏതൊരു വ്യക്തിത്വത്തിന് എഴുന്നേറ്റ് വരുവാൻ കഴിയും. അവനിലാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രസാദം അധികമായി വെളിപ്പെടുന്നത്. അവൻ ഹാബേലിന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനാണ്, യേശുവിന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനാണ്. ദൈവപ്രസാദം ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ലോകത്തിലെ പലരെയും പ്രസാദിപ്പിച്ച പല വ്യക്തിത്വങ്ങളുണ്ട്. ആമേ, സ്തോത്രം. ഇതിവിടെ 2 കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു ഭാഗത്തിലേക്ക് ഞാൻ പോകുകയാണ്. ആമേ, സ്തോത്രം. അത് ആമേ, സ്തോത്രം, അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിന്റെ ആമേ, സ്തോത്രം, 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരുത്തനെ കൊന്നത് ഒരുത്തന് പ്രസാദമായി, ആമേ, ജനത്തിന് പ്രസാദമായി തീർന്നപ്പോൾ അടുത്തവനെ പിടിച്ച് കൊല്ലുവാൻ ആമേൻ പദ്ധതിയിടുന്ന ഹെരോദാവ്. ആമേ, ഇവൻ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചത് സ്വർഗത്തിലെ ദൈവത്തിനെ അല്ല, ആമേ, താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ജനത്തെ.
അടുത്ത ഭരണാധികാരി അടുത്തൊരു ഭരണത്തിലേക്ക് ജനത്തിൻ്റെതായ കൈത്താങ്ങലിന്റെ ആക്കം കൂട്ടേണ്ടതിനായി ഒരു അഭിഷിക്തനെ പിടിച്ചവൻ കൊന്നു. അത് ജനത്തിന് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ പത്രോസിനെ പിടിച്ചു എന്നുള്ളതാണ് തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ ലോകത്തിലെ പലതിനെയും പ്രസാദിപ്പിക്കുന്ന അനവധി വ്യക്തിത്വങ്ങളുണ്ട് പ്രിയമക്കളെ. ലോകത്തിലെ ആരെങ്കിലും ഒക്കെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു മോക്ഷം കിട്ടണമെന്നില്ല, നിത്യജീവൻ കിട്ടണമെന്നില്ല, സ്വർഗരാജ്യം കിട്ടണമെന്നില്ല. പ്രസാദിപ്പിക്കേണ്ടവനെ പ്രസാദിപ്പിക്കണം. അവൻ പ്രസാദിച്ചെന്നാലേ കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്മാരെ പ്രസാദിപ്പിച്ച പലരും ഹെരോദാവിന്റെ പിറന്നാൾ ദിവസത്തിൽ സ്തോത്രം അവനെ നൃത്തം ചെയ്ത് പ്രസാദിപ്പിച്ചൊരു സ്തോത്രം ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. യോഹന്നാന്റെ തലയാണ് പകരമായിട്ട് അവൾ ചോദിച്ചത്. എടുക്കണ്ട എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ഇവിടെ യഹൂദന്മാർക്ക് യാക്കോബിനെ കൊന്നത് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ പത്രോസിനെ പിടിച്ചെന്നാ പറയുന്നത്. അതൊരു ഹരമായിരുന്നു ജനത്തിന്റെ മുമ്പിൽ. പഴയ കാലഘട്ടത്തിൽ ആദൻസില് അല്ലെങ്കിൽ ഏതൻസില് സ്തോത്രം മൃഗയുദ്ധങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മൃഗയുദ്ധം നടത്തിയത് വെറുതെയോ. വലിയ സ്റ്റേഡിയം പോലത്തെ സ്ഥലമുണ്ട്, അവിടെ ചുറ്റും ആളുകൾ വന്നിരിക്കും. ഒരു മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ അവര് തമ്മിൽ മത്സരിപ്പിക്കും പ്രിയമക്കളെ. മൃഗം കടിച്ചു കീറി തിന്നുന്നത് കണ്ട് രസിക്കുന്ന ആ കാലഘട്ടത്തിലെ ജനമുണ്ടായിരുന്നു. സ്തോത്രം, അങ്ങനെയുള്ള ചില വിനോദങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയും കണ്ട് രസിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ പൊതുജനത്തിന്റെ നടുവിൽ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അഭിഷിക്തനായിരിക്കുന്ന യാക്കോബിനെ കൊന്നത്. അത് ജനത്തിന് എന്തായി തീർന്നു? പ്രസാദമായി തീർന്നെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം. ഈ സത്യ ദൈവത്തെ അറിയിക്കുന്ന ഒരു മനുഷ്യനെ നിഷ്കരണം വാളുകൾ കൊണ്ട് വെട്ടിക്കൊന്നപ്പോൾ യഹൂദ ജനത്തിന് സന്തോഷമായത് കണ്ട് അവരെ പിന്നെയും ഒന്ന് പ്രസാദിപ്പിക്കാൻ തക്ക വിധത്തിൽ ഹെരോദാവ് അടുത്തവന്റെ മേലിലേക്ക് കരം നീട്ടുകയാ. മനുഷ്യനെ പ്രസാദിപ്പിച്ച ഒരുപാട് ഭരണാധികാരികൾ, മനുഷ്യനെ പ്രസാദിപ്പിച്ച ഒരുപാട് മനുഷ്യര്. സ്തോത്രം, ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ പ്രസാദം പിടിച്ചു പറ്റി ഒരുപാട് ആളുകളുണ്ട്. ഒരുത്തനെ തകർത്തും ഒരുത്തനെ താഴ്ത്തിയും ഒരുത്തന്റെ കാലിവാരിയും ഒരുത്തന്റെ കുതികാലി വെട്ടിയും രാജാവിന് അറിവ് കൊടുത്തും ദോഷം അങ്ങനെ പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ലിസ്റ്റുകൾ ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട് പ്രിയമക്കളെ. പക്ഷെ ഇവർക്കൊന്നും ദൈവപ്രസാദം ഉണ്ടായെന്നല്ല പറയുന്നത്. ഒരുപക്ഷെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം, നന്മകൾ ലഭിച്ചിട്ടുണ്ടാകാം, രാജാവിന്റെ പ്രശംസയ്ക്ക് മാത്രമായി തീർന്നിട്ടുണ്ടാകാം, മനുഷ്യന്റെ പ്രീതി പിടിച്ചു പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ സ്വർഗം പ്രസാദിക്കാതെ നിനക്കൊരു നിത്യജീവൻ ലഭിക്കത്തില്ല എന്ന് ഈ പുസ്തകം വളരെ അധികമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. മനുഷ്യൻ പ്രസാദിക്കുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്കോ ഈ ലോകത്തിനൊരു ഗുണമില്ല. പ്രസാദിക്കേണ്ടവൻ പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി പരിണമിക്കത്തുള്ളൂ. അനുദിനവും നമ്മൾ നോക്കണം, നമ്മളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ. ഇവിടെ സംഭവിച്ചതെന്നറിയാമോ? ജനത്തിനെ പ്രസാദിപ്പിച്ചു. സ്വന്തം ദൈവത്തിന്റെ ദൂതനിറങ്ങി കരയുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ പത്രോസിനെ അതിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. നമ്മൾ പലവട്ടം വായിച്ച് ചിന്തിച്ച വാക്യങ്ങളാ. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വന്തം പിറ്റന്നാൾ നോക്കുമ്പോൾ പത്രോസിനെ അവിടെ കാണുന്നില്ല. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയെന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. സ്തോത്രം. അടുത്ത വാക്യം, ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചു, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം, അവന്റെ സ്വന്തം ജനത്തെ, യഹൂദ ജനത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു മനുഷ്യൻ വഴുതിപ്പോയത് കൊണ്ട് സംഭവിച്ചതെന്നറിയാമോ? 4 ചേവകരെ 4 കൂട്ടത്തിന് ഏൽപ്പിച്ചെന്ന് പറയുന്നത്. ഈ 4 ചേവകരെയും കൊന്നുകളയുവാൻ ആ മനുഷ്യൻ ഓർഡർ ഇടുകയാണ്. ഇവരൊന്നും അവന്റെ മുമ്പിൽ ഒരു വിഷയമേ അല്ല. അവന് ജനത്തിന്റെ മുമ്പിൽ പോപ്പുലറായി തീരണം. അതിന് അഭിഷിക്തനായിരിക്കുന്ന പത്രോസിനെ തന്നെ കൊല്ലണം.
അതിന് പത്രോസിനെ തന്നെ കൊല്ലണം. പത്രോസിനെ കിട്ടിയില്ല, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദിയെ വിട്ടു, കൈസരിലേക്ക് പോയി, അവിടെ പാർത്തു എന്ന് പറയുന്നത്. പക്ഷെ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ആമേ സ്തോത്രം. ഇവിടെ നിന്ന് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏകമനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. ഇന്ന് ഇങ്ങനെ ഒരു സന്ധി വെച്ചതായിരുന്നു. ആര് വെച്ചു? ദൈവം വെച്ചതാ. എടാ, പൊതുജനത്തിന്റെ നടുവിൽ വെച്ചുകൊണ്ട് സത്യസുവിശേഷം പ്രസംഗിക്കുന്നവനെ നിഷ്കരണം കൊന്നുകളയുവാൻ മടിയില്ലാതിരുന്ന ഹെരോദാവേ, നിനക്ക് വേണ്ടി പൊതുജനത്തിന്റെ മധ്യത്തിൽ ഒരു വിസ്താരം ഞാൻ വെക്കാൻ പോകുകയാ. മനുഷ്യനെ പ്രസാദിപ്പിച്ച നീ എന്നിലേക്ക് നോക്കിയില്ല, എന്റെ മുഖത്തെ നീ ആദരിച്ചില്ല. മനുഷ്യന്റെ പ്രസാദം കൊണ്ട് നിന്റെ ജീവന് ഒരു വിലയുമില്ലെന്ന് തെളിയിച്ച ഒരു സന്ധിയായിരുന്നു അന്ന് അവിടെ വെച്ചത്. അടുത്ത വാക്യം വായിക്കുമ്പോ നമുക്കത് മനസ്സിലാകും. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. ഇന്നലെ ഒരുത്തനെ കൊന്നപ്പോ ജനത്തിന് പ്രസാദമായെന്ന് കണ്ടപ്പോ അടുത്ത പദ്ധതി അടുത്തവൻ വഴുതിപ്പോയെങ്കിലും തന്റേതായ പേര് നിലനിർത്താൻ തക്ക വിധത്തിൽ ഹെരോദാവ് പിറ്റേ ദിവസം ഒരു പരിപാടികളെല്ലാം ഒരു മെഗാ സമ്മേളനം അവിടെ പുറപ്പെടുവിച്ചു, അവിടെ ഒരുക്കി. വലിയൊരു സമ്മേളനമാ, മെഗാ സമ്മേളനം, ലക്ഷങ്ങൾ കൂടുന്ന ഒരു സമ്മേളനം. അപ്പൊ ഇവർക്ക് ആഹാരം കിട്ടി വരുന്നത് കൊണ്ട് ഹെരോദാവ് വായി തുറന്ന് സംസാരിച്ചപ്പോ പറഞ്ഞു, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദേവന്റെ ശബ്ദം എന്ന് പറഞ്ഞപ്പോ ഹെരോദാവ് ഒരു പടി അങ്ങ് ഉയർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജനം ആർക്കം തുടങ്ങി. ഹെരോദാവ് അങ്ങ് 2-3 അടി അങ്ങ് പൊങ്ങാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കാൽ ഒരു ദൂതൻ ഇറങ്ങി ഒറ്റടി. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ അല്ല പ്രസാദിപ്പിച്ചത്, യഹൂദന്മാരെ പ്രസാദിപ്പിച്ചവനാ. അത് അഭിഷിക്തന്മാരെ കൊന്നുകൊണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്ന സ്വന്തം നിന്റെ പൊതുജനത്തിന്റെ നടുവിൽ വെച്ചോ അല്ലെങ്കിൽ ദേശത്തിന്റെ മധ്യത്തിൽ വെച്ചോ നിന്ദിച്ചിട്ടൊരുത്തിനും പോപ്പുലറായി തീരത്തില്ല. പരിശുദ്ധ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വചനം നമുക്ക് വിരൽ ചൂണ്ടുന്നത്. ഇന്നലെ ഒരുത്തനെ കൊന്ന് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിച്ചവൻ ഇന്നില്ലെന്നേ. ഇന്നില്ല. അടക്കം ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന്റെ ശതമാനം വേണ്ടേ? അടക്കം ചെയ്യാൻ വല്ലതും വേണ്ടേ? കൃമിക്കിരയായി കൃമി കഴിക്കുന്ന ഭക്ഷണം ചിക്കനും മട്ടനും വലിയ അഭ്യാസമൊക്കെ ഒന്നുമല്ല. കൃമി കഴിക്കുന്ന ആഹാരം എത്രത്തോളം നൈസായിരിക്കും, അതുപോലെ വെള്ളം പോലെ ഞാൻ ചിന്തിക്കുകയാ. കൃമിക്കിരയായി പ്രാണനെ വിട്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എടാ, യാക്കോബിന്റെ ബോഡിയെങ്കിലും അടക്കം ചെയ്യാൻ കിട്ടി. ഹല്ലേലൂയ. നിന്റെ ബോഡി പോലും കിട്ടിയില്ലെന്നുള്ള വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രസാദിപ്പിക്കുന്നു എങ്കിൽ പ്രിയ മക്കളെ, സ്വർഗത്തിലെ ദൈവത്തിനെ പ്രസാദിപ്പിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് ഹെരോദാവേ, നിനക്കൊരു നന്മയും വരത്തില്ല. നിന്റെ പ്രാണൻ കൃമിക്കിരയായി തീരത്തേയുള്ളൂ. വിശുദ്ധ വേദപുസ്തകം അത് തെളിവ് തരികയാ. അതോടുകൂടി ഹെരോദാവിന്റെ പരിപാടി എന്ത് ചെയ്തു? ആ ചാർട്ട് അവിടെ വെച്ച് ക്ലോസ് ആകുകയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയ മക്കളെ, സ്വന്തം എത്ര ഭീകരമായ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ബുദ്ധിക്കകത്ത് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വന്തം ഇവന്റെ മേൽ വീണതൊന്നും ആറ്റം ബോംബൊന്നുമല്ല, സ്വന്തം ന്യൂക്ലിയർ ബോംബൊന്നുമല്ല. ഒരു ദൂതനിറങ്ങി അറ്റടി. ഈ മനുഷ്യൻ എന്തൊക്കെയാണല്ലോ ചെയ്തു കൂട്ടുന്നത്. പലവിധമായ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാ. സർവശക്തനായ ദൈവത്തിന്റെ കയ്യിലുള്ള വെപ്പൺസ് പോലെ ലോകത്തിൽ ഒരു ശക്തിയുടെ കയ്യിലില്ല പ്രിയ മക്കളെ. ഇനി കാണാൻ പോകുകയാ.
ആമേ സ്തോത്രം ഇല്ലേ? ആമേ വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാരിറങ്ങി ഓരോ കലശങ്ങൾ എറിയുന്നത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആമേ ലോകത്തിന്റെ 1/3 തീർന്നെന്നാ പറയുന്നത്. ചെറിയൊരു സംഭവമൊന്നുമല്ല. ആമേ സ്തോത്രം ലോകത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന വെപ്പൺസിനേക്കാൾ ഇതെല്ലാം ഭൂമിയെല്ലാം ഈ ആമേശ്വതം ഭൂമണ്ഡലങ്ങളെല്ലാം ആമേ ഇവിടുത്തെ സകല പണികളും വെന്തുപോകുവാൻ തക്കവിധം തീ ഇറക്കി ചുട്ടുകളയാൻ പദ്ധതി ഇട്ടിരിക്കുകയാ. പറഞ്ഞിട്ട് ചെയ്യുന്നവനാ ദൈവം, പറയാതെ ചെയ്യുന്നവനല്ല. ആമേ പറഞ്ഞിട്ട് ചെയ്യുന്നവനാ. ഇതെല്ലാം ഇങ്ങനെ വരുമെന്ന് സ്വർഗത്തിലെ ദൈവം മുന്നമേ തന്നെ പറഞ്ഞ് എഴുതി നമ്മുടെ കരത്തിൽ തന്നിരിക്കുകയാ. അപ്പോ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇവൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചു. ആമേ സ്തോത്രം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേ സ്തോത്രം പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾ മനുഷ്യരെയോ പ്രസാദിപ്പിക്കുന്നത്? കേട്ടോ പ്രിയമക്കളെ, ചില ആളുകളെയൊക്കെ ഒന്ന് പുകഴ്ത്തി പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒന്ന് പിണക്കണ്ടല്ല എന്ന് കരുതി ഒന്ന് ഒരിക്കലും ചെയ്തേക്കരുത്. ഹല്ലേലൂയ. വിഹിതമാണെങ്കിൽ മാത്രമേ ആമേ സ്തോത്രം. ഹല്ലേലൂയ. നല്ല പ്രവൃത്തി ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കേണ്ടെന്നല്ല, നല്ല പ്രവൃത്തി ചെയ്യുന്നവനെ നിരുത്സാഹപ്പെടുത്തണമെന്നുമല്ല. ആമേ സ്തോത്രം. ഒരു പരിധിക്കപ്പുറമായിട്ട് എന്തേലും ഒരു കാര്യം കണ്ടെടുക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരിക്കലും മുഖഭാഷ നീ അവന് മുമ്പാകെ നിരത്തല്ലേ. സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിലാണ് സകല പ്രവൃത്തികളും. ആമ ഇരിക്കുന്നത്. സത്യം സത്യമായി തുറന്നു പറയണം. ആമ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം, ചെയ്യുന്നത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം. അതിനുള്ള ആംബിയർ ഒരു ദൈവ പൈതൽ പ്രാപിച്ചിരിക്കണം. അവനോടുകൂടെ പരിശുദ്ധാത്മാവ് സഹവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആമേ സ്തോത്രം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ഒരു ദൈവ പൈതലിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, അപ്പനുണ്ടാകാം, അമ്മയുണ്ടാകാം, ഭാര്യ ഉണ്ടാകാം, ഭർത്താവ് ഉണ്ടാകാം, മക്കളുണ്ടാകാം, മരുമക്കളുണ്ടാകാം, കൊച്ചുമക്കളുണ്ടാകാം, ആമേ സ്വതം മറ്റു പലരും ഉണ്ടാകാം. സ്വർഗത്തിലെ ദൈവത്തോളം ആരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിച്ച പല വ്യക്തിത്വങ്ങളും നിത്യത പോയിട്ട് ആമേ സ്വതം ദീർഘായുസ് പോലും കാണാതെ വണ്ണം ഭൂമിയിൽ നിന്ന് പൊലിഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനെ പ്രസാദിപ്പിച്ചവരെല്ലാം അവിടെ ഉണ്ടെന്നേ. ആമേ സ്തോത്രം. ഹാബേലിൽ അന്ന് പ്രസാദിച്ചു. ഇന്നും വചനം പറയുന്നു ഹാബേലിന്റെ രക്തം സംസാരിക്കുകയാ. ഹാബേലിന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഹാനോക്കിനെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തോന്നി എടുത്തുകൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തെ പ്രസാദിപ്പിച്ചവരാരും തകർന്നു പോയില്ല. ഇവിടെ ഗോത്രപിതാക്കന്മാരിൽ 2 ആമേ സ്തോത്രം. അതെ, 2 വ്യക്തിത്വങ്ങൾ. ആമേ കാലേബും ആമേ സ്തോത്രം യോശുവയും. ആമേ അവർ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 2 വ്യക്തിത്വങ്ങൾ. ആമേ അവർ വിളിച്ചു പറയുന്നത്, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. ആമേ പ്രസാദിച്ചില്ലെങ്കിലോ? ഒരിക്കലും കൊണ്ടുപോകത്തില്ല പ്രിയമക്കളെ. തിരുവെഴുത്ത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം വാക്യം വായിച്ചോ വേഗത്തിൽ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രസാദിച്ചില്ല പ്രിയമക്കളെ. പ്രസാദിക്കേണ്ടവരിൽ പ്രസാദിക്കാതെ പോയപ്പോൾ ഇനി അടുത്ത ഊഴം നമുക്കാ. ഞാൻ എന്നും പറയാറുണ്ട്, അടുത്ത ആമേ സ്തോത്രം ഊഴം നമ്മുടേതാ, അടുത്ത സമയം നമ്മുടേതാ. ഇതൊക്കെയും സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചും പറയിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് സംഭവിച്ച ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിനാ കേട്ടോ. ദൈവം പ്രസാദിക്കുമ്പോൾ പ്രിയ മക്കളെ ആമേ സ്തോത്രം ചിലപ്പോൾ കഷ്ടതകളൊക്കെ ഉണ്ടാകും. ആമേ ദൈവം പ്രസാദിക്കുമ്പോൾ ദുഃഖമൊക്കെ ഉണ്ടാകും, പ്രയാസമൊക്കെ ഉണ്ടാകും. പൗലോസ് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവോ? കേട്ടോ, നല്ല ഭാഷകളും നല്ല വർത്തമാനങ്ങളൊക്കെ കേട്ട് നിങ്ങൾ അങ്ങ് ആമേ ഉയരരുതേ. ആമേ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 2 ചെടിയുടെ കാര്യം പറഞ്ഞു, നട്ട ചെടിയുടെ കാര്യം പറഞ്ഞു. ആമേ സ്തോത്രം. അഴുക്ക് നിറഞ്ഞ മണ്ണിൽ നിന്ന് വളർന്ന ചെടിയാണ് ആമേ ഏറ്റവും നന്നായിട്ട് വളർന്നത്, നല്ല ഫലം കായ്ച്ചതും
നല്ല മണ്ണിൽ ആമേ വളർന്നത് കാര്യമായ രീതിയിൽ ആമേ അത് ഫലം കായ്ച്ചില്ല. ആമേ കാരണം നമുക്ക് പ്രശംസകൾ എന്നും ഒരു ആത്മീകന്റെ ജീവിതത്തിൽ ആമേ സ്തോത്രം ഫലവത്തായ ഫലം അത് പുറപ്പെടുവിക്കത്തില്ല. പക്ഷെ നിന്ന വന്ന് നോക്കട്ടെ, പരിഹാസം വന്ന് നോക്കട്ടെ, ദുഷികൾ വന്ന് നോക്കട്ടെ, പ്രതികൂലമായി ശത്രു എഴുന്നേറ്റ് നോക്കട്ടെ, അപ്പോഴാണ് ആ ആത്മീകൻ എഴുന്നേൽക്കുന്നത്. രാത്രിയിലും പകലിലും അവൻ ആരാധിക്കും, രാത്രിയിലും പകലിലും അവൻ പ്രാർത്ഥിക്കും. ലഭിക്കുന്ന സമയമൊക്കെയും ദൈവത്തിൽ ഉപവസിച്ച കർത്താവിനോട് പറ്റിയിരിക്കാൻ ശ്രമിക്കും. ആമേ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം അവനെ ബലപ്പെടുത്തുവാനിടയായി തീരും. ആമേൻ. പ്രതിസന്ധികളല്ലേ ഏതൊരു ആത്മീകനെ വളർത്തിയിട്ടുള്ളത്? യേശുവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം പ്രിയമക്കളെ. ആമേ 3.5 വർഷവും യേശു ആമേ സന്തോഷം അനുഭവിച്ചെന്നല്ല പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഏതു ഭാഗത്ത് ചെന്നാലും, സ്വന്തത്തിലേക്ക് നോക്കിയാൽ അവിടെ, ബന്ധത്തിലേക്ക് നോക്കിയാൽ അവിടെ, സ്വന്തം പട്ടണത്തിലേക്ക് നോക്കിയാൽ അവിടെ. ആമേ സ്വന്തം ആരാണ് യേശുവിനെ സപ്പോർട്ട് ചെയ്ത്, ആരാണ് യേശുവിനെ കൂടെ നിർത്തി, ആരാണ് യേശുവിനെ പുകഴ്ത്തി ആമേ സ്വന്തം നടത്തിക്കൊണ്ടുവന്ന് അല്ല. പക്ഷെ എങ്കിലും അവൻ തളർന്നില്ല. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുകയുമില്ല എന്ന തിരുവെഴുത്തിൽ പറയുന്നത് പോലെ. കേട്ടോ, ഒരാത്മീകന്റെ ജീവിതത്തിൽ ആത്മീക വളർച്ച എന്ന് പറയുന്നത് ആമേ സ്തോത്രം പ്രശംസയിലല്ല പ്രിയമക്കളെ, പ്രതികൂലത്തിലാ. അതുകൊണ്ടാണ് യവനക്കാരനായിരിക്കുന്ന തിമോത്തിയോസിനെ പൗലോസ് വിളിക്കുമ്പോൾ പറയും, നീയും എന്നോട് ചേർന്ന് എന്ത് ചെയ്യുക, കഷ്ടം സഹിക്ക. ഭൂമിയിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ഉപദ്രവമുണ്ടാകും എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. കാരണം ദൈവപ്രസാദം വരുമ്പോൾ ആമേൻ നിന്റെ അവിടേക്കുള്ള പ്രവേശനം അവിടെ സാധ്യമായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ആ വാക്യം വായിച്ചത്, എങ്കിലും മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല, പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ എന്ത് ചെയ്തു, തള്ളിയിട്ട് കളഞ്ഞല്ലോ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ. ആമേ സ്തോത്രം. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ കാര്യം പോക്കാ പ്രിയമക്കളെ. ആമേ സ്തോത്രം. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ആമേ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമായി തീരുന്ന ഒരു പ്രവൃത്തിയോ ചിന്തയോ എന്റെ ജീവിതത്തിൽ ഉണ്ടോ കർത്താവേ എന്ന് അനുദിനം നമ്മെ തന്നെ ശോധന ചെയ്ത് കടന്നു പോകുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ആമേ സ്തോത്രം. റോമാലേഖനം ആമേ 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി. ആമേ സ്തോത്രം. ആമേ ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എങ്ങനെ സമർപ്പിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ ഇടത്തും വലത്തും ഒന്നും നോക്കേണ്ട പ്രിയമക്കളെ. ആമേ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, 2 പേര് കട്ടിലിൽ കിടക്കും. ആമേ സ്തോത്രം. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഉണ്ട്. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. ആമേ സ്തോത്രം. ഈ 2 പേരിൽ ആമേ സ്തോത്രം ആര് പോകുമെന്ന് ആമേ സ്തോത്രം ഞാനും എൻ്റെ ഭാര്യയും തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. ആർക്കും ആരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്രിയമക്കളെ. ഒരുമിച്ച് ഈ ഭൂമിയിൽ കെട്ടുറപ്പോടുകൂടി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സെലക്ഷൻ ആമേ ഉണ്ട്. അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് കോണിൽ നിന്നാണെങ്കിലും സ്വർഗത്തിലെ ദൈവം പൊക്കിയെടുക്കുന്നത് ആരെയായിരിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് വിലയിരുത്തി പോകുന്നത് നല്ലതാ. സ്വർഗം പേഴ്സണലാ, വ്യക്തിപരമാ പ്രിയമക്കളെ. കേട്ടോ, വളരെ ശ്രദ്ധിച്ചോളണം, വളരെ സൂക്ഷിച്ചോളണം. നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാ, കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നവരാ. ആമേ സ്തോത്രം. അവനവൻ ഉത്സാഹിച്ചു കൊള്ളണം. ആമേ സ്തോത്രം. നിത്യതയിലേക്ക് പോകാൻ തക്ക വിധത്തിൽ. കേട്ടോ പ്രിയമക്കളെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ചിലരൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആമേ ചില വിഷയങ്ങളുമായിട്ടൊക്കെയും ആമേ പലപ്പോഴും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയാനുള്ള കാര്യമുണ്ട്. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആമേ നീ നിന്നെ തന്നെ സൂക്ഷിച്ചേക്കണം. ഒരാൾക്ക് ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്രിയമക്കളെ. ഇവിടെ നമ്മ പല പരിപാടികളും ചെയ്യും, പക്ഷെ ആരെ എടുക്കും ആരെ എടുക്കത്തില്ല. ഭർത്താവിന്റെ ജീവിതത്തിൽ തെറ്റ് കണ്ടാൽ പ്രിയമക്കളെ അത് തെറ്റാണെന്ന് ഈ പുസ്തകം വെച്ച് നോക്കുമ്പോൾ ഭാര്യയ്ക്ക് ബോധ്യപ്പെടുത്തിയേക്കണം. നീ രക്ഷപ്പെടും. ഭാര്യയുടെ ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടാൽ, കുറവ് കണ്ടാൽ, ആമേ പുസ്തകം വെച്ച് നീ വിവേചിക്കുമ്പോൾ, പുസ്തകം വെച്ച് നീ നോക്കുമ്പോൾ അത് തെറ്റാണെന്ന് കണ്ടാൽ ഭാര്യയെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചേക്കണം. നീ രക്ഷപ്പെടും. എന്റെ ഭാര്യയല്ലേ, എന്റെ ഭർത്താവല്ലേ? പുസ്തകത്തിനകത്ത് അങ്ങനെയില്ല പ്രിയമക്കൾ. എല്ലാവരും മക്കളാണ്. കാൺമീൻ നാം ദൈവമക്കളായി തീരുവാൻ. അങ്ങനെയല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? കാൺമീൻ നീ ഭർത്താവായി തീരുവാൻ, ഭാര്യയായി തീരുവാൻ, അപ്പനായി തീരുവാൻ, അമ്മയായി തീരുവാൻ, കൊച്ചുമക്കളായി തീരുവാൻ എന്ന് പുസ്തകത്തിൽ കാണുന്നില്ല. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാ. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ഇവിടെയാ ഭാര്യ ഭർത്തൃ ബന്ധം.
അപ്പനമ്മ, മക്കള്, അവിടെ ചെല്ലുമ്പോ എല്ലാവരും മക്കളാ. പ്രീസലോ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വളരെ തിരിച്ചറിയണം. ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അത് പേഴ്സണലായിട്ടാണ്, വ്യക്തിപരമായിട്ടാണ്, ഒരുമിച്ച് എന്നുള്ളതല്ല പ്രിയ മക്കളെ. രണ്ട് സ്വതം ഒരമ്മയുടെ രണ്ട് മക്കളാ, ഒരുമിച്ചല്ല. ഒരുത്തന്റെ വഴിപാടിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി. പ്രൈസലോ. ഹല്ലേലൂയ. സ്വയത്തിൽ അങ്ങനെ ഓരോരുത്തരും ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ചുറ്റുപാട് നമ്മൾ നോക്കേണ്ട പ്രിയമക്കളെ, അപ്പനെ നോക്കുക, നമ്മളെ നോക്കുക. ലോകത്തെ എനിക്ക് നന്നാക്കാൻ പറ്റത്തില്ല, നിങ്ങളെയും എനിക്ക് നന്നാക്കാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് നന്നായി ജീവിക്കാൻ പറ്റത്തില്ലേ? പ്രൈസലോ. അതിനാരുടെയും ടാക്സിന്റെ ആവശ്യമില്ല, ഒരു മനുഷ്യന്റെയും ഹല്ലേലൂയ കരത്തിന്റെ ആവശ്യമില്ല പ്രിയ മക്കളെ. അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാ. അങ്ങനെ ജീവിച്ച മരിച്ചവർ, അവര് മരണം സ്വതം അവിടെ എന്ത് ചെയ്യുക? വീണ്ടും ജീവിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ കാണാൻ സാധിക്കുന്നത്? എങ്കിലും അവരിലും മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള സ്വതം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സ്തോത്രം. നമ്മൾ തന്നെ, ഇത് അടുത്തവന്റെ കാര്യമല്ല പറയുന്നത്. നീ നിന്റെ ഭാര്യയുടെ ശരീരത്തെ, നീ നിന്റെ ഭർത്താവിന്റെ ശരീരത്തെ, നീ നിന്റെ മക്കളുടെ ശരീരം അല്ല. നിനക്ക് നിന്റെ ശരീരത്തെ, നിന്റെ കാലുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ വായെ, നിന്റെ കരത്തെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയണം കേട്ടോ പ്രിയമക്കളെ. അങ്ങനെ സൂക്ഷിച്ചാൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. ദൈവപ്രസാദം ലഭിച്ചോ നീ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ദൈവത്തിൽ നിന്ന് പ്രസാദം പ്രാപിക്കുവാൻ കവിതം ആത്മാവിൽ ദൈവജനം ഒരുക്കപ്പെടട്ടെ പ്രിയ മക്കളെ. ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് ചിന്തിക്കുക, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ സംസാരം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാണോ? എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്നിൽ ദൈവം പ്രസാദിച്ചെന്നാലേ എനിക്ക് ഗുണമുള്ളൂ. നിങ്ങളിൽ ദൈവം പ്രസാദിച്ചെന്നാലും നിങ്ങൾക്കും ഗുണമുള്ളൂ. ആമേൻ. സ്തോത്രം. അങ്ങനെ ഒന്ന് തിരിഞ്ഞ് ഈ ദിവസങ്ങളിൽ അവനെ പ്രസാദിപ്പിക്കാൻ തക്കവിധം ആത്മാവിലൊന്ന് ഒരുക്കപ്പെടാമോ പ്രിയ മക്കളെ? അവന്റെ പ്രസാദം ലഭിച്ചില്ല എങ്കിൽ സകലതും വ്യർത്ഥമാണ്. ആമേൻ. സ്തോത്രം. അവനെ പ്രസാദിപ്പിക്കണം. അവനെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യനും എന്ത് ചെയ്തില്ല? സ്വതം നിത്യത പ്രാപിക്കാതിരുന്നില്ല. ആമേൻ. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ആരാധന എന്ന് പറയുന്നത്? റോമാലേഖനം പറയുന്നത് 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയുള്ള മന്ദബുദ്ധികളായി തീരരുത്. ഗലാത്യ സഭയോട് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് പറയുന്ന, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ക്രിസ്തു യേശു ക്രൂശിക്കപ്പെട്ടവനാ നിങ്ങളുടെ മുമ്പാകെ വരച്ചു കിട്ടിയിട്ടും നിങ്ങളത് മനസ്സിലാക്കുന്നില്ലയോ എന്നാ ചോദിക്കുന്നത്. കേട്ടോ പ്രിയ മക്കളെ, നമ്മൾ ദൈവം പ്രസാദിക്കണം. ബുദ്ധിയുള്ള ആരാധനയായി തീരണം. ബുദ്ധി പ്രയോഗിക്കണം. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ? ഞാൻ എങ്ങനെയാ ഇപ്പൊ പോകുന്നത്? എൻ്റെ നിലവാരത്തിൽ എന്താ സംഭവിച്ചു? ദൈവമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് പുലർത്താൻ പറ്റുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവ ശബ്ദമോ ദൈവത്തിന്റെ ഇടപെടലോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ പ്രിയ മക്കളെ? അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട പരിശുദ്ധാത്മാവ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. മുൻകാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ആദ്യ നാളുകളിൽ, ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ വന്ന പോലെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പനുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്വതം ഒരു ഉള്ളിയോ ഒരു ഓറഞ്ച് ലല്ലിയോ കണ്ണിൽ പിഴിഞ്ഞൊഴിക്കാതെ 2 തുള്ളി കണ്ണുനീര് മുട്ടുമടക്കുമ്പോ സ്വർഗത്തിലെ ദൈവമായിട്ട് ബന്ധം പുലർത്തുമ്പോ നിന്നിൽ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അന്നുള്ള ആത്മാവിന്റെ ശക്തി ഇന്നും നിന്നിൽ വർദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവസ്നേഹം നിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. സ്വന്തം വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരുത്തിന് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നിന്നോട് എതിർത്തു നിൽക്കുന്ന, നിനക്ക് ദോഷം നിരൂപിക്കുന്ന, നിന്നെ ശത്രുവായി എണ്ണുന്നവന് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ പാളയത്തിനകത്തും യേശുവിന്റെ സാക്ഷിയുമാണ്. കേട്ടോ പ്രിയ മക്കളെ, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ മുറിവ് തരുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ആ വ്യക്തിത്വത്തിന് വേണ്ടി 10 മിനിറ്റ്
ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത നിമിഷം യേശുവിന് ഒറ്റുകൊടുക്കുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. കൂടെ ഇരിക്കുന്ന യൂദ അപ്പം മുറിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അടുത്ത സെക്കൻഡ് ഇവനായിരിക്കും തന്നെ ഒറ്റുകൊടുക്കുന്നതും ഇവൻ മുഖാന്തരമായിരിക്കും ഞാൻ പടയാളികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നതെന്നും 100% തിരിച്ചറിയുന്ന യേശു യൂദയ്ക്കും അപ്പമെടുത്ത് മുറിച്ചു കൊടുത്തു, മാറ്റി നിർത്തിയില്ല. കാണിച്ചു കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന സമയത്ത്, സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ആമേൻ. ആർക്ക് സാധിക്കും പ്രിയ മക്കളെ? ആർക്ക് സാധിക്കും? നമ്മളെ കൊണ്ട് അസാധ്യമാണ്. അതുകൊണ്ട് ആ തിരുവെഴുത്തില് ആമേശ്വരം നമുക്ക് കാണാൻ സാധിക്കുന്ന മത്തായി സുവിശേഷം 19-ാം അധ്യായത്തില് ആമേശ്വരം തന്റെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഇത് മനുഷ്യർക്ക് സാധ്യമാണോ? യേശു പറഞ്ഞു, അല്ല, മനുഷ്യർക്ക് സാധ്യമല്ലെന്ന്. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് സകലതും സാധ്യമാണ്. അവന്റെ സന്നിധിയിലൊന്ന് വിധേയപ്പെട്ടാൽ മതി പ്രിയ മക്കളെ. ഇത് അസാധ്യമായ കാര്യമാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ സമ്മതിപ്പിക്കും കേട്ടോ. നമ്മളെ സ്തോത്രം, നമുക്ക് വിഷമം വരുന്ന, വേദന വരുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബുദ്ധി 1000 വട്ടം പറയും, സ്തോത്രം, അങ്ങനെ ചെയ്തതല്ലേ, അങ്ങനെ പ്രവർത്തിച്ചതല്ലേ, അങ്ങനെ പറഞ്ഞതല്ലേ. സ്തോത്രം, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ സമ്മതിപ്പിക്കും. ഹൃദയത്തിലെ ഞരക്കങ്ങൾ പോലും പ്രാർത്ഥനയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്നാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേണ്ടും വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നീ തിരിച്ചറിയാതിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ഞരക്കങ്ങളെ പോലും പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് നിന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സമ്മതിപ്പിക്കും പ്രിയ മക്കളെ, നമ്മൾ കീഴ്പ്പെടുത്തും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിപ്പിക്കും. ദൈവം ആ തലത്തിലേക്ക് നമ്മളെ നടത്തും. ഹല്ലേലൂയ. അത് നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ ഈ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ജീവനും വിശുദ്ധിയുമുള്ള നല്ലൊരു യാഗമായി നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നിന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ ബുദ്ധിക്കകത്ത് ഈ ചിന്തകൾ മാറും. പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ ഇരിക്കുന്ന സമയത്ത് പോലും നിന്റെ ബുദ്ധിക്കകത്ത് ഈ ചിന്ത വരാം, പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആത്മാവ് മാറ്റം വരുത്തും. വചനം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടും. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുപ്പീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ എന്നുള്ള വചനങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ നിറക്കും. പറയും, പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ ഇതൊക്കെ ചെയ്തതാ, എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യണം, യേശു പഠിപ്പിക്കും. അതുകൊണ്ട് തിരുവെഴുത്തിൽ പറഞ്ഞ മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാ. പ്രിയ മക്കളെ, നമ്മളെ അവന്റെ കരത്തിൽ അവൻ വഹിക്കാനിടയായിത്തീരും. നാം നമ്മൾക്കുള്ളവരല്ല, നാം ഒന്നും വിട്ടുകൊടുത്തു നോക്കിയേ. നമ്മുടെ ബുദ്ധിക്കതീതമായ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ നാവിൽ കിട്ടുന്ന വാക്കുകൾ, നാം പറയുന്ന പദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി പോലും തിരിച്ചറിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവപ്രസാദത്തിനായിട്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ പേഴ്സണല പ്രതിമക്ക് ഇതെല്ലാം മാറും. എനിക്ക് മകനുണ്ട്, ഭാര്യയുണ്ട്, ഇതെല്ലാവരും 3 പേരും പേഴ്സണലാ. അവരവർ പ്രാപിച്ച പോകാം. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി നിന്നിരുന്ന ശമൂവേൽ പ്രവാചകന്റെ പുത്രന്മാര് കൈക്കൂലിക്കാരും ദോഷം പ്രവർത്തിക്കുന്നവരുമായി തീർന്നു. അതുകൊണ്ട് അവർ രാജാവിനെ അന്വേഷിച്ചു, ഞങ്ങൾക്ക് ഇവരും വേണ്ട കേട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ പേഴ്സണല്ല, ശമൂവേലിന്റെ മക്കളല്ലേ, നിങ്ങൾ അംഗീകരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ല, ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ചു കൊടുത്തു കേട്ടോ. സ്തോത്രം. മോശയുടെ ഭാര്യയല്ലേ, സ്തോത്രം, അടുത്ത മോശയ്ക്ക് ശേഷം അവള് നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഏൽപ്പിച്ചു കൊടുത്തില്ല. മോശയുടെ പിള്ളേരെ ഏൽപ്പിച്ചില്ല, ജോഷുവ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. പേഴ്സണലായിട്ട് നോക്കുന്ന, വ്യക്തിപരമായി നോക്കുന്ന ഒരു ദൈവമുണ്ട്. അവനവൻ സൂക്ഷിച്ചാൽ അവനവന് നല്ലതാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവില് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പേഴ്സണൽ ജീവിതമാണ് കേട്ടോ, വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം മാത്രമാണ് നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അനുദിനവും അതിനു വേണ്ടി ഓരോരുത്തരും ഉത്സാഹിച്ചാൽ അവന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിലേക്കൊന്ന് മടങ്ങുകയാ. ഇവിടെ വായിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന
ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. അവൻ പ്രസാദിച്ചാൽ മാത്രമേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ അത് നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവൻ പ്രസാദിച്ചില്ലെങ്കിൽ അത് നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണേ. പരിശുദ്ധാത്മാവ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ടോ? ബുദ്ധിക്കകത്തും ഹൃദയത്തിനകത്തളത്തിലും സ്വന്തം വിട്ടുകളയാൻ പറ്റാത്ത പലതും ഭരിക്കുന്നുണ്ടാകാം. പക്ഷെ നീ പ്രാർത്ഥന മുറിക്കകത്തിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ടൊരു ബന്ധം പുലർത്തുന്ന സമയത്ത് നിന്നെ പരിശുദ്ധാത്മാവ് കീഴ്പ്പെടുത്തുന്നുണ്ടോ? നിന്റെ വിഷയങ്ങളൊന്ന് മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സജ്ജമാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നീ ജയിച്ചു. നീ പാളയത്തിനകത്ത നിന്റെ കരം പരിശുദ്ധാത്മാവ് പിടിച്ചിട്ടുണ്ട്. അപ്പന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും പ്രിയമക്കളെ. ഹാബേൽ ദൈവത്തിനെ പ്രസാദിപ്പിച്ചു. പക്ഷെ ദീർഘനാളുകളോളം അവന്റെ ജീവിതം മുന്നോട്ട് പോയില്ല. യേശുവിൽ ദൈവം പ്രസാദിച്ചു. ഭൂമിയിൽ 3.5 വർഷമേ ചെലവഴിക്കാൻ പറ്റിയുള്ളൂ. അപ്പോസ്തലന്മാരിൽ പലരിലും ദൈവം പ്രസാദിച്ചു. അവരുടെ ജീവിതം പല നിലവാരത്തിൽ പൊലിഞ്ഞുപോയി. നമ്മളെങ്ങനെയാ? നമ്മുടെ ജീവിതം എങ്ങനെയാ? ഇന്ന് രാത്രിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കാതെ ഈ ഭൂമിയിൽ എന്തെല്ലാം ഞങ്ങൾ ചെയ്തെന്നാൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഉയരത്തില്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാണ്, ജീവനും വിശുദ്ധിയുള്ള നല്ല യാഗമാണ്. ദൈവത്തിന് വേണ്ടി പ്രസാദമുള്ളവരായി തീരുക. കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ഉപവാസത്തിൽ, വചനധ്യാനത്തിൽ, ഞങ്ങളുടെ ആരാധനയിലെല്ലാം അപ്പന്റെ കരം ചലിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.